ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നിപ്പം ഒരു ഓഫ് ഡേ ആണ്. അപ്പം ഞങ്ങൾ ആ റൂമിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. പിന്നെ ഇത് കാണുമ്പോൾ നമുക്കൊരു നമ്മുടെ നാട്ടിലെ തമിഴ്നാട് ഒരു സ്റ്റൈല് തോന്നുന്നില്ലേ. നല്ല തണുപ്പ്, അത്യാവശ്യം കുറച്ച് തണുപ്പുണ്ട് കേട്ടോ. അങ്ങനെ ആൾക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ റെഡിയാക്കി. ഇനി ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് ഉറങ്ങട്ടെ, കാരണം എനിക്കൊന്ന് ഓഫാണ്. അപ്പോൾ നിങ്ങൾ ഇന്നലത്തെ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോരേട്ടാ. എവിടേക്കാ പോണേ? ചാടിക്കാൻ പോവാ? ചാടിക്കാൻ പോവാ? ഞാനിപ്പോൾ ഇവിടെ കഴിഞ്ഞ 1.5 വർഷമായിട്ട് യു എയിലുണ്ട് കേട്ടോ. പക്ഷേ ഇതുവരെ ഫലാഫൽ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഇന്നൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കിട്ടുന്ന ഷോപ്പ് നോക്കിങ്ങാണ്ടുള്ള നടത്താണ് ഇപ്പം ഞങ്ങളുടെ. ഇത് യു എയിലെ റാസൽ കൈമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ആളൊഴിഞ്ഞ ഏരിയ. പിന്നെ ഓൾറെഡി 10 മണി കഴിഞ്ഞും ചെയ്ത് അവസാനം നമ്മൾ ഷോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഫലാഫലിൻ്റെ ഷോപ്പാണ്. നമുക്ക് ബാക്കിയുള്ളിടത്ത് കിട്ടും, പക്ഷേ ഇത് ഫലാഫലിൻ്റെ മാത്രം ഷോപ്പായതുകൊണ്ട് കുറച്ചും കൂടെയൊക്കെ നമുക്കതിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് തന്നെ വന്നത്. നോക്കി നോക്കാം, അവിടെ അവർ തുടച്ചുകൊണ്ടിരിക്കുകയാണ്, ഉണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കാം. വിചാരിച്ച പോലെ അല്ല കേട്ടോ, സംഭവം രസമുണ്ട്. നമ്മളങ്ങനെ കഴിക്കാത്തതുകൊണ്ട് എങ്ങനെ ആവുന്നൊരു വൃത്തി ഉണ്ടായിരുന്നു. പക്ഷേ സാധനം കൊള്ളാം, രസമുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇഷ്ടമായോ? വേറൊരു തരം ഷവർമ്മ. ഇത് അതിനൂടെ സൈഡായിട്ട് തന്നതാണ് കേട്ടോ. ഇതിലവർ ഈ കാണുന്നത് വഴുതനയാണ്. ഇത് വഴുതന കട്ട് ചെയ്തിട്ട് അതിൽ ഉപ്പും മുളക് ഇട്ടതാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഫലാഫൽ കഴിച്ചു കൂട്ടാം. ഭയങ്കര ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഇപ്പോൾ എന്തായാലും ഇന്നത്തെ നൈറ്റത്തെ ഫുഡ് സ്കിപ്പ് ചെയ്തു. എന്നാൽ പിന്നെ അത് മതി. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി നമ്മളിത് ആ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ റാസൽ ഖൈമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നാട് പോലത്തെ ഒരു ഏരിയയാണ്. കാരണം അപ്പുറം ഇപ്പുറം ഫുള്ള് വില്ലാസും കാര്യങ്ങളാണ്. ഉണ്ടോ? ലൈറ്റൊന്നും ഉണ്ടാവില്ല എങ്കിലും അതെ, അത്യാവശ്യം പച്ചപ്പും ഹരിതാപൊക്കെ ഉള്ളൊരു സ്ഥലമാണ് റാസൽ ഖൈമ. അതുകൊണ്ട് തന്നെ ഞാൻ പറയും ഇതൊരു ലൂപ്പാണെന്ന്. കാരണം ഇവിടെ വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തേക്ക് പോക്കുണ്ടാവില്ല. പിന്നെ ഈ റാസൽ ഖൈമ ശരണം എന്ന് പറഞ്ഞ മാതിരി ഞാൻ പറയും ഇതാണ് ഏറ്റവും സുഖം. ഇവിടെ തന്നെ നിൽക്കും. കണ്ടാ തന്നെ നാട്ടിൽ അതേ ഫീലിംഗ് നിൽക്കാൻ കഴിയുന്നുണ്ട്. അതാണ് സംഭവം. നാട്ടിലെ ഫീലിങ്ങോട് കൂടി ഇവിടെ നിൽക്കാൻ പറ്റുന്നതുകൊണ്ട് ഇവിടെ വിട്ടിട്ട് ആരും വരില്ല പുറത്തേക്ക്. അതായത് ദുബായ്, ഷാർജ അങ്ങനെയുള്ള സിറ്റിക്കൊന്നും ആരും വരില്ല. അപ്പം എന്താ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നാളെ കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ വില്ല ഏരിയ കേട്ടോ. ഇവിടെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം 2 സൈഡും കംപ്ലീറ്റ് വില്ലാസാണ്. അപ്പോൾ നമുക്ക് നിൽക്കാൻ സുഖം, ഒരു ഹോംലി ഫീല് കിട്ടൽ ഇവിടെ തന്നെ. ഫ്ലാറ്റിൽ നിൽക്കുന്ന പോലെയല്ല. അപ്പോൾ അതുകൊണ്ടാണ് റാസൽ ഖൈമ വന്ന് പെട്ടവരൊന്നും പിന്നെ പുറത്തേക്ക് അങ്ങ് പോവാത്തത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ റൂം. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ജസ്റ്റ് ചായ മാത്രം അങ്ങ് ഒതുക്കി കിട്ടും. ലഞ്ചും ഡിന്നറും ഹെവി ആയിട്ടങ്ങ് കഴിക്കാം. ഓൾറെഡി നമ്മൾ ഡിന്നറിന് ഇപ്പോൾ ലീവ് ആയതുകൊണ്ട് കുറച്ച് ഹെവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഉച്ചക്കും കൂടി ഇനി ഹെവി ആയി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം കിച്ചണിലോട്ട് തന്നെ നിൽക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഉച്ചക്ക് ചെയ്തും കണ്ട് നമുക്ക് ഡിന്നർ അത്യാവശ്യം കുറച്ച് ഹെവി ആക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തട്ടിക്കൂട്ട് ഓംപ്ലേറ്റും നെല്ലിക്കയും എല്ലാം കൂടെ കൂട്ടി ലഞ്ച് അങ്ങോട്ട് ഫിനിഷ് ചെയ്തു. ഞാനൊന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ കേട്ടോ. ഒരു തട്ടിക്കൂട്ട് പാസ്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഇന്ന് ഞാനൊന്ന് ഓഫാണ്. ഹസ്ബൻഡിനാണെങ്കിൽ ഇന്ന് ഡ്യൂട്ടി ഉണ്ട്. അപ്പം ഈവനിങ്ങിൽ എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് തട്ടിക്കൂട്ട് പാസ്ത ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ക്രീമി ചിക്കൻ പാസ്ത എന്ന് നമുക്ക് പറയാം. ഞാനിട്ട പേരാണ്. അതിന് പ്രോപ്പർ റെസിപ്പിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ചിക്കനും കൂടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ചിക്കൻ ഉണ്ടല്ലോ, അതിൻ്റെ ഇതിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഉണ്ടാക്കാനായിട്ട്.
ഓൾറെഡി ഉണ്ടായപ്പോൾ പിന്നെ ഇതിലോട്ട് നമുക്ക് ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അപ്പം ഇതിൽ നമ്മൾ ബട്ടറിലാണ് അത് ഉണ്ടാക്കുന്നത്. ബട്ടർ ഇട്ടു, പിന്നെ സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഉപ്പ്, എന്നിട്ട് നല്ലോണം മാഗ്നേറ്റ് ചെയ്യണം കേട്ടോ. നല്ലോണം വെന്തുടയണം. അപ്പോൾ നമുക്ക് ക്രീമാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സവാള അങ്ങനെ കിട്ടാൻ പാടില്ല. ആ രൂപത്തിൽ നല്ലോണം വെന്തുടയണം ഇത്. ഈ മുകളിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ താഴെ കിടന്ന സാധനം വേവും ചെയ്യും, തിളച്ച് പോവില്ല. നമുക്ക് വേറെ പാത്രം ഇനി ഇത് ഊറ്റാനോ അങ്ങനെ വേറെ പാത്രത്തിൻ്റെ ആവശ്യമൊന്നും അവിടെ വരുന്നില്ല. അപ്പം നമ്മൾ മക്രോണിക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇതിലോട്ട് ഇനി കുറച്ച് നമ്മുടെ മക്രോണി വേവിച്ച് വെച്ച വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു അത്ര കട്ടിയിൽ എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഞാൻ ഇങ്ങനെ കോരെടുക്കും, വെള്ളം മാക്സിമം ഒഴിവാക്കും, കോരെടുക്കും, ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഒന്നാമത് ആക്ച്വലി ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഞാൻ വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവിടെയും അടുക്കളയിൽ കിടന്ന് അങ്ങനെ മൊത്തം അടുക്കളയിലും ഡ്യൂട്ടിയും കാര്യങ്ങളായിട്ട് അങ്ങനെ നിൽക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരാളായതുകൊണ്ട് എടുക്കുന്ന പണി വേഗം മാക്സിമം സിമ്പിളായിട്ട് ചെയ്യാൻ നോക്കുക. ഒരു മെൻറ്റാലിറ്റി ഉണ്ടായതുകൊണ്ട് ഞാനിങ്ങനെയാണ് ചെയ്യാറ്. അതാണ് ഞാൻ നിങ്ങളോടും കൂടെ പറഞ്ഞത് കേട്ടോ. നോക്കൂ, ഒന്നുപോലും പരസ്പരം ഒട്ടി പിടിച്ചിട്ടില്ല. ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ല, ജസ്റ്റ് വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്തു, ഇതുപോലെ വേവിച്ചു. ഉടയ പോലും ചെയ്തിട്ടില്ല മക്രോണി ഒന്നും. എല്ലാം നമുക്ക് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാം ഇതിലോട്ട് ആക്കി കൊടുക്കും. കണ്ടോ, നമ്മുടെ മക്രോണി ഒന്നുപോലും ഉടഞ്ഞിട്ടില്ല. ഇനി ഒന്നുമില്ല കേട്ടോ. ഞാൻ അതിൽ കുറച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുരുമുളകും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്തായിരുന്നു അതിൻ്റെ പേര്, ഗരം മസാല, ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ജസ്റ്റ് നമ്മൾ ചീസ് ഇടുന്നു, അതുപോലെ കുറച്ച് മയോണൈസ് ആഡ് ചെയ്യുന്നു, പിന്നെ നമ്മുടെ ചിക്കൻ. അത്രേ ഉള്ളൂ, പണി കഴിഞ്ഞു കേട്ടോ. ഓക്കെ, നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ചീസ് ആഡ് ചെയ്ത് കൊടുത്തു, കുറച്ച് മയോണൈസ്, പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന്. ഇനി ജസ്റ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടുങ്ങാണ്ട് ചീസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അത്രയും മതി. അങ്ങനെ നമ്മുടെ ഈവനിങ്ങിൽ മക്രോണിയൊക്കെ കഴിച്ച് ഒന്ന് പുറത്തിറങ്ങിയിട്ട് നൈറ്റ് ആകുമ്പം ജസ്റ്റ് ഒന്ന് ചാടിക്കാനായിട്ട്. പിന്നെ ഞങ്ങളങ്ങനെ കിട്ടുന്ന സമയം പുറത്തിറങ്ങാറുണ്ട്. കാരണം നമ്മൾ രണ്ടുപേരും വർക്കിംഗ് ആണ്. ഒരുമിച്ച് കിട്ടുന്ന സമയം ഭയങ്കര കുറവാണ്. അപ്പോൾ ഉള്ള സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങാറുണ്ട് കേട്ടോ. അതിനൊന്ന് ചാടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഒരു വാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആണ് നമ്മൾ റൂമിലോട്ട് എത്തിയത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഭയങ്കര ലെങ്തിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് അടുത്ത